10ാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ, അതായത് ലീഗൽ ഹെയർ ആണെങ്കിലും എനി അതർ പേഴ്സൺ ആണെങ്കിലും സിവിൽ കോടതിയിലോട്ട് റെഫർ ചെയ്തു, പക്ഷെ കേസ് ഒന്നും 3 മാസത്തിനുള്ളിൽ അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺകണ്ടസ്റ്റഡ് ആ കേസായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് 3 മാസത്തിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി വില്ലേജ് ഓഫീസർ, അതായത് പോക്കുവരവ് വില്ലേജ് ഓഫീസറിന് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നതാണ്. 11ാമത്തെ കാര്യം, ഓൾറെഡി ഒരു സിവിൽ കേസ് ഉള്ള ഒരു പ്രോപ്പർട്ടിന്മേലാണ് ഇങ്ങനെ പോക്കുവരവ് ചെയ്യണമെന്നും പറഞ്ഞു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിട്ട് അതിന്റെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ വിധി വന്നതിന് ശേഷം മാത്രമേ എന്ത് ആക്ഷനും എടുക്കത്തുള്ളൂ. 12ാമത്തെ കാര്യം, ലീഗൽ ഹെയർസോ അല്ലെങ്കിൽ എനി അതർ പേഴ്സണോ ഒബ്ജക്ഷനുമായിട്ട് വരും എന്ന് പറഞ്ഞല്ലോ. ഒബ്ജക്ഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിലോട്ട് റെഫർ ചെയ്ത് വിടും എന്നും പറഞ്ഞു. ആ റെഫർ ചെയ്ത് വിടുന്നതിൽ മേലൊരു ഡിക്ലറേഷൻ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിക്ലറേഷനൊക്കെ കിട്ടിയതിനു ശേഷം പിന്നീട് ആ കാര്യം, അതായത് സിവിൽ കോടതിയിൽ കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നതും ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്റർ നടക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതും പരമാധികാരിയായ സിവിൽ കോടതിയാണ്, റവന്യൂ ഉദ്യോഗസ്ഥരല്ല. ആ കേസിന്റെ വിധി അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പോക്കുവരവ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്രയുമാണ് 12 നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ വിൽപത്രത്തിന്റെ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.